ഹിജാബിൽ വീഴ്ചയോ എന്നാണ് ചോദ്യം. ജിമ്മി, കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെ കോടതി വിധികളെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എന്ത് വേഷം ധരിക്കണം എന്നുള്ളതിൻ്റെ പൂർണ്ണ അവകാശം ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണെന്ന് വിധി വന്ന ഒരു നാടാണിത്. അതിൽ ഒരു തർക്കവുമില്ല. അതറിഞ്ഞുകൂടാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മുകളിൽ കുതിര കയറാൻ ഇന്ന് സർക്കാർ അറിഞ്ഞോ അറിയാതെയോ ശ്രമിച്ചു. കോടതി വിധി അറിഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല, ചിലപ്പോൾ ഒരു ലളിത യുക്തിയിലായിരിക്കും. പക്ഷേ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ തീർന്ന ഒരു വിഷയം ഇന്ന് വീണ്ടും കത്തിയത്. വളരെ വലിയ വൈകാരിക പ്രകടനങ്ങളിലേക്ക് ഇത് മുഴുവൻ പോയത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഞാൻ ഒരു കാരണവശാലും സർക്കാരിൻ്റെ കൂടെയല്ല. സ്കൂളിൽ കോളേജുകളിൽ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ നിയമപ്രകാരവും നമ്മുടെ നാട്ടിലെ നിലവിലുള്ള കോടതി വിധികൾ പ്രകാരവും അത് സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക്, വിദ്യാഭ്യാസ സ്ഥാപന മാനേജ്മെൻറ്റുകൾക്ക് തന്നെയാണ് എടുക്കേണ്ടത്. ആ തർക്കത്തിലേക്ക് ഞാനില്ല. പക്ഷേ അതിനുശേഷം നമുക്ക് ഇത് തീരുകയാണെന്ന് വിചാരിച്ചിട്ട് എന്തിനാണ് യൂണിഫോം എന്നതിനെക്കുറിച്ച് ഒരു വിശാലമായ ചർച്ചയ്ക്ക് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് താല്പര്യമുണ്ടോ? എന്തിനാണ് യൂണിഫോം? ആ യൂണിഫോം പണക്കാരോ പാവപ്പെട്ടവനോ അല്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളൊരു സംവിധാനമാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരേ വേഷമാണെങ്കിൽ അങ്ങനെയല്ലേ വരിക? അത് ശരി, അതിനാണ് യൂണിഫോം. ഒരു കുട്ടിയുടെ ജാതിയോ മതമോ തിരിച്ചറിയാത്ത രീതിയിൽ എല്ലാവരെയും ഒരുപോലെ കാണാൻ വേണ്ടി കൂടിയാണോ യൂണിഫോം? അങ്ങനെ ഒരു വാദമുണ്ടോ? അപ്പോൾ ഒരു സിഖ് സമുദായത്തിലെ ഒരു കുട്ടി വന്നാൽ ആ കുട്ടിയുടെ ടർബൻ നിങ്ങൾ അഴിപ്പിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതല്ല വിഷയം. സ്കൂളിൽ കുട്ടികളുടെ ജാതിയും മതവും തിരിച്ചറിയാതെ ഇരിക്കാനല്ല സ്കൂളിലെ യൂണിഫോം നമ്മൾ വെച്ചിരിക്കുന്നത്. അത് എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു സാമ്പത്തികമായി എന്നുള്ളതാണ് എൻ്റെ ഒരു ലളിത യുക്തിയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം. ഇനി അല്ലെങ്കിൽ കയ്യിലെ ചരടോ നെറ്റിയിലെ ഭസ്മക്കുറിയോ കഴുത്തിലെ മാലയോ കൊന്തയോ എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഇടാറുണ്ട്. നമ്മളതൊക്കെ അതങ്ങ് അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു പൊതു രീതിയുണ്ട്. അപ്പോൾ വിഷയം എന്താണ്? അപ്പോൾ സിഖ് സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ പറയും ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്നൊരു വിഷയത്തിലേക്ക് വരുന്നു. സിഖ് സമുദായത്തിൻ്റെ 5 നൂറ്റാണ്ടായി അവർ അനുഭവിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആനുകൂല്യമാണ്, അത് അവരുടെ പ്രധാനപ്പെട്ട മത ആചാരമാണെന്ന് വരും. അപ്പോൾ യൂണിഫോം അല്ല വിഷയം, എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആക്റ്റാണ്. ഇത് പലതവണ പല കോടതികളിലും തർക്കത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ഏതാണ് ഏതല്ല എന്ന് കോടതി തീരുമാനിച്ചാൽ ഇവിടുത്തെ ആളുകൾ അംഗീകരിക്കുമോ? ശബരിമലയിൽ സ്ത്രീകൾ ശബരിമലയിൽ കയറുന്നത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്ന് വിധിച്ച ഒരു നാട്ടിൽ കോടതിയോട് പോയി പണി നോക്കാൻ പറഞ്ഞവരാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം. ഹിന്ദുക്കൾ മാത്രമല്ല, അതിന് കൈയടിച്ചവർ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടെയാണ്. അപ്പോൾ നിങ്ങൾക്ക് അന്ന് റിലീജിയസ് പ്രാക്ടീസ് ആക്ട് ഇല്ലായിരുന്നു. അന്ന് എന്താണ് പറഞ്ഞത്? അന്ന് ഇത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്, കോടതികൾ ഇടപെടേണ്ട കാര്യമല്ലെന്നാണ് പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കണം. ഒന്നെങ്കിൽ കോടതി പറയുന്നത് അനുസരിക്കുമെന്ന് പറയണം, അല്ലെങ്കിൽ കോടതിയല്ല ഈ കാര്യം തീരുമാനിക്കേണ്ടതെന്ന് പറയണം. ഞാൻ വീണ്ടും പറയുന്നു, ഈ കാര്യത്തിൽ മാനേജ്മെൻറ്റുകൾക്കാണ് പൂർണ്ണ അവകാശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിശാലമായ ചർച്ചയ്ക്ക് ഞാൻ തുറന്നിടുകയാണ്. എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആക്റ്റോ അതുപോലെ തന്നെ സഭയിലെ കോളേജിലെ കുട്ടികളുടെയോ സ്കൂളിലെ കുട്ടികളുടെയോ യൂണിഫോമിൻ്റെ യൂണിഫോമിറ്റിയോ അല്ല പ്രശ്നം. ഇത് രണ്ടും നിങ്ങളുടെ 2 രീതിയിലുള്ള വാദങ്ങൾ നിലനിൽക്കില്ല. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിലെ രീതി എങ്ങനെയായിരുന്നു? പലപ്പോഴും പല സ്കൂളുകളിലും ചെറിയ രീതിയിലോ വലിയ രീതിയിലോ ഈ ഹിജാബിന് പോലെയുള്ള സ്കാർഫോ ഒക്കെ അനുഭവിച്ച ഒരു ചരിത്രം നമുക്കുണ്ട്. പല രീതിയിലുണ്ട്. നേരത്തെ സ്മൃതി പറഞ്ഞത് അതിൻ്റെ ഒരു വേറൊരു വേർഷനാണ്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമുക്ക് സാധ്യത ഉണ്ടായിരുന്നൊരു നാട്ടിൽ നിന്ന് ഒരു തരത്തിലും വിട്ടുവീഴ്ച പാടില്ല എന്നൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് എന്നാണ് മാറിയത്. ഞാനൊരു പഴയ കേസ് പറയാം. കേരളത്തിൽ തന്നെയുള്ള വളരെ പ്രമാദമായ സുപ്രീം കോടതി വരെ പോയൊരു കേസാണ്. അത് ബിജോയ് ഇമ്മാനുവൽ കേസാണ്. എന്താണെന്നറിയാമോ? 3 യഹോവ സാക്ഷികളായ കുട്ടികൾ ദേശീയ ഗാനം ഞങ്ങൾക്ക് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ പോയി. വലിയ വിവാദമായി, കേരളം കത്തിയ വിഷയമാണ്. അവസാനം സുപ്രീം കോടതി എന്താണ് വിധിച്ചത്? അവർ പറഞ്ഞു, ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം, അനാദരവ് കാണിക്കില്ല, പക്ഷെ ഗാനം പാടാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആ വിശ്വാസമില്ല. സുപ്രീം കോടതി അത് അംഗീകരിച്ചു. ഇന്ത്യയിൽ നിങ്ങൾക്ക് ദേശീയ ഗാനത്തോട് അനാദരവ് കാണിക്കാതെ എഴുന്നേറ്റ് നിന്നാൽ മതി, പാടണമെന്ന് നിയമമില്ല. അത് സുപ്രീം കോടതി കൊണ്ടുവന്ന വിധിയാണ്. അപ്പോൾ ഇതൊരു വിട്ടുവീഴ്ചയുടെ ഒരു മനോഭാവമാണ്. ഇന്നാണെങ്കിൽ അങ്ങനെ ഒരു വിധി വരുമെന്ന് എനിക്കറിയില്ല. കൂട്ടിച്ചേർത്തോട്ടെ, എന്നിട്ട് ആ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം SSLC പരീക്ഷ നടത്തി. എക്സാക്ട്ലി. അപ്പോൾ ഇതൊരു വലിയ വിട്ടുവീഴ്ച ചെയ്ത എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു വലിയ പാരമ്പര്യമുള്ള നമ്മുടെ നാടാണ്. എന്നു മുതലാണ് നമുക്കിത് വലിയ പ്രശ്നമായി തുടങ്ങുന്നത്? ഒരു കുട്ടി അത് 3 മാസത്തിന് ശേഷമായി ഇപ്പോഴായാലും ഹിജാബ് ഇട്ടുകൊണ്ട് വരുമ്പോൾ അത് സ്കൂളിനോടുള്ള അനാദരവാണെന്നുള്ളതൊക്കെ ഞാൻ അംഗീകരിക്കും. ഞാൻ അതെല്ലാം മാറ്റി വയ്ക്കുകയാണ്. എൻ്റെ പ്രശ്നം സ്കൂൾ മാനേജ്മെൻറ്റോടോ അതിൻ്റെ ആളുകളോടോ അല്ല. ഇതൊരു വിശാലാർത്ഥത്തിൽ കാണും. എന്താണ് പ്രശ്നം? എന്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇഷ്യൂ? ഇന്നലെ ഇതോട് പ്രതികരിക്കുമ്പോൾ ഈ ഹിജാബ് ഇട്ട് വരുമ്പോൾ കുട്ടികൾ പേടിക്കും എന്ന് ഒരു സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നതിൻ്റെ ഉള്ളിലെ ചേതവികാരം എന്താണ്? അവിടെയാണ് പ്രശ്നം. കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാതെ നമ്മൾ നിയമത്തിൻ്റെ നൂലാമാലകൾ പിടിച്ചു നിൽക്കുന്നതിൻ്റെ അപകടം ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് കഴിഞ്ഞ വർഷം ഉടുപ്പിയിലെ ഒരു കോളേജിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അന്നും ഹിജാബ് തന്നെയായിരുന്നു വിഷയം. അന്ന് എങ്ങനെയാണെന്നറിയോ?
ആദ്യത്തെ വർഷം ആ പെൺകുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് വന്നു, ആർക്കും പ്രശ്നമില്ല. രണ്ടാമത്തെ വർഷം ആ കുട്ടി വരുമ്പോൾ കുട്ടിയെ കോളേജിന് മുമ്പിൽ വെച്ച് തടയുന്നു. അന്നാണ് വൈറലായ വീഡിയോ. ആ കുട്ടി തിരിച്ച് അവരോട് അല്ലാഹു അക്ബർ എന്നോ മറ്റോ മുദ്രാവാക്യം വിളിച്ച് തിരിച്ച് ബഹളം വയ്ക്കുന്നതാണ് കണ്ടത്. പക്ഷേ ആ കുട്ടി കോടതിയിൽ തോറ്റുപോയി. പക്ഷേ ഒരു വർഷം പ്രശ്നമില്ലാതിരുന്നൊരു കുട്ടി രണ്ടാമത്തെ വർഷം വരുമ്പോൾ ആ കുട്ടിയെ തടയുന്നതിന് ചേതോവികാരം എന്ത് എന്നിടത്തു നിന്ന് വേണം നമ്മുടെ അന്വേഷണം തുടങ്ങാൻ. സുവർണക്ഷേത്രം ആക്രമിക്കപ്പെട്ടതിന് ശേഷം നിരീശ്വരവാദികളായ സിഖ് സമുദായാംഗങ്ങൾ പോലും പിന്നീട് വലിയ സിഖ് വിശ്വാസികളായി എന്നുള്ള ഒരു സാധനം ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അങ്ങനെ ഐഡൻറ്റിറ്റി ഇല്ല എന്ന് ഉള്ള ആൾക്ക് പോലും അതൊന്ന് അസേർട്ട് ചെയ്യണമെന്ന് തോന്നും. ഇപ്പോൾ ഫ്രാൻസിൻ്റെ ഉദാഹരണം പറയുന്നത് പണ്ട് അൾജീരിയയിൽ ഫ്രാൻസ് കോളനിയായിട്ട് ഭരിക്കുമ്പോൾ ഒരു കാരണവശാലും സ്ത്രീകൾ ഈ ഹിജബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഫ്രാൻസ് ഒരു നിയമം പാസാക്കി. അന്ന് വാശിക്ക് ഹിജബ് ധരിച്ച് ഫ്രാൻസിനെതിരെ പോരാടിയ വലിയ വിപ്ലവകാരികളുടെ കഥയുണ്ട് ചരിത്രത്തിൽ. അതുപോലെ തന്നെയാണ് കേരളത്തിൽ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ച വേറൊരു സമരമുണ്ട്, മാറുമറയ്ക്കൽ സമരം. അത് മാറുമറയ്ക്കാൻ വേണ്ടി നടത്തിയ സമരമാണ്. ഫ്രാൻസിൽ ഈ ഹിജബിന് വേണ്ടി സമരം നടത്തുന്നു, ഇവിടെ മറയ്ക്കാൻ വേണ്ടി സമരം നടത്തുന്നു. നോക്കൂ, പല രീതിയിൽ പല കാലങ്ങളിൽ മനുഷ്യൻ യുദ്ധം ചെയ്യുന്നത് നമ്മളോട് എന്തെങ്കിലും റെസിസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ വളരെ വല്ലാതെ വേട്ടയാടപ്പെടുന്ന ഒരു സമയത്ത് മത ഐഡൻറ്റിറ്റിയിലേക്ക് ആളുകൾ എന്തുകൊണ്ടാണ് തിരിച്ചു പോകുന്നതെന്ന് ഓർക്കേണ്ട ഒരു കാലമാണ്. അതുകൂടെ മനസ്സിലാക്കണം കേരളത്തിലെ ക്രൈസ്തവരും കേരളത്തിലെ ഹിന്ദുക്കളും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളും. 2 മാസം മുമ്പാണല്ലോ കേരളത്തിലെ ക്രിസ്ത്യാനികളായ കന്യാസ്ത്രീമാർ അവർ നോർത്ത് ഇന്ത്യയിൽ ഓടി നടന്ന് അടി വാങ്ങിച്ചത്. വെള്ളക്കുപ്പായമിട്ട അച്ഛന്മാർ ഓടി നടന്ന് അടി വാങ്ങിച്ചത് വെറുതെ വേഷത്തിൻ്റെ പേരിലാണ്, അവരൊന്നും ചെയ്തിട്ടല്ല. അങ്ങനെയുള്ളൊരു കാലത്ത് ആളുകൾ അവരുടെ ഐഡൻറ്റിറ്റി അസേർട്ട് ചെയ്യുന്നതിന് ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. ഒരു പെൺകുട്ടി അങ്ങനെ ഒരു സാധനം അസേർട്ട് ചെയ്യുന്നെങ്കിൽ അതിനകത്ത് വർഗീയത, SDPI ഒരു വശത്ത്, ഇപ്പം എന്താ കാണുന്നത്, SDPI ഒരു വശത്ത്, മറുവശത്ത് RSS BJP കൂടെയുള്ള അവരുടെ സഹയാത്രിക ആളുകൾ മറുവശത്ത്. ഇത് വേറെ രീതിയിൽ കത്തുകയാണ്. ഇവിടെ ബുദ്ധിപരമായി എന്താണ് ഈ കാലഘട്ടം എന്ന് മനസ്സിലാക്കുകയും ഒരു വിട്ടുവീഴ്ചയുടെ ഒരു മനോഭാവം കാണിക്കുകയും ചെയ്താൽ ഈ വിഷയം നമ്മുടെ കയ്യിൽ നിൽക്കും. അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ വേറെ ആളുകൾ വരും, തീരുമാനങ്ങൾ വേറെ ആളുകൾ എടുക്കും. അപ്പോൾ എൻ്റെ ടേക്ക് ഇതിനകത്ത് നിയമപരമായി പൂർണ്ണമായും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്കും ക്രിസ്ത്യൻ സഭയ്ക്കും ഈ നിലപാട് തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഏതാണ് കാലമെന്നും ഏതാണ് സാഹചര്യമെന്നും എന്താണ് വലിയ ശത്രുവെന്നും മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. Meet the editors.